അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിക്സ് രാഷ്ട്രങ്ങളോടുള്ള ഭീഷണി അന്താരാഷ്ട്ര വിപണിയെ ഞെട്ടിച്ചിരുന്നു. ഡോളറിന് ഒരു ബദൽ എന്ന ചിന്ത പോലും അരുതെന്ന മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബ്രിക്സ് രാജ്യങ്ങൾ മറ്റൊരു കറൻസിയെ വിനിമയ മാർഗമായി ഉപയോഗിക്കുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് എത്തും മുമ്പ് ഭീഷണി മുഴക്കിയത്. അന്താരാഷ്ട്ര പണമിടപാടുകളിൽ ഡോളറിന് പകരം ബ്രിക്സ് രാജ്യങ്ങൾ മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കാൻ നീക്കം നടത്തിയാൽ 100% ഇറക്കുമതി നികുതി നേരിടേണ്ടി വരുമെന്നായിരുന്നു നിയുക്ത US പ്രസിഡന്റിന്റെ ഭീഷണി. അതായത് ഡോളറിനെ ഒഴിവാക്കി ഒരു സമീപനം അമേരിക്കയോട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിന്തിക്കരുതെന്ന താക്കീതാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ബ്രിക്സ് രാജ്യങ്ങളോടുള്ള താക്കീത് ഇന്ത്യയടക്കം ഗൗരവകരമായാണ് കണ്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നീ 9 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ലോക പോലീസ് എന്ന തരത്തിൽ ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് ബ്രിക്സ് ഉച്ചകോടികളും ബ്രിക്സ് രാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമായത് യൂറോപ്യൻ യൂണിയൻ യൂറോ നടപ്പിലാക്കിയതോടെയാണ്. US അംഗമല്ലാത്ത ഏക അന്താരാഷ്ട്ര സഖ്യമാണ് ബ്രിക്സ് എന്നതും അമേരിക്കയുമായി ശീതസമരത്തിലുള്ള റഷ്യയും പുത്തൻ കോൾഡ് വാർ നടത്തുന്ന ചൈനയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണെന്നതാണ് അമേരിക്കയുടെ ഉത്കണ്ഠയ്ക്ക് പിന്നിൽ. റഷ്യയും ചൈനയും US ഡോളറിന്റെ വിനിമയത്തിൽ ശ്രദ്ധാലുക്കളും അമേരിക്കൻ അപ്രമാദിത്വത്തിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ ബ്രിക്സ് കറൻസ് എപ്പോഴും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ റഷ്യ ചർച്ച നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളോട് ഡോളറിനെ മൂലക്കിരുത്താമെന്ന് കരുതിയാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി 100% താരിഫ് നൽകിയായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വാണിജ്യ വിനിമയ രംഗത്ത് ഡോളർ എതിരില്ലാതെ നിൽക്കുകയെന്നത് അമേരിക്കയ്ക്ക് നിർണായകമാണ്. ലോകശക്തി എന്ന നിലയിൽ ശക്തമായ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്രമേൽ ഗുണകരവുമാണ്. ശക്തമായ ഡോളർ അർത്ഥമാക്കുന്നത് അമേരിക്കൻ നിർമ്മിത ചരക്കുകൾക്കും സേവനങ്ങൾക്കും ആരോഗ്യകരമായ ഡിമാൻഡ് ഉണ്ടെന്നത് മാത്രമല്ല, അത് US ഗവൺമെന്റിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള ലോകരാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായി കൂടിയാണ്. ഏതൊരു അസറ്റിനെയും പോലും ഡോളറിന്റെ മൂല്യം അതിന്റെ ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യാപാര ആവശ്യങ്ങൾക്കോ സാമ്പത്തിക ഇടപാടുകൾക്കോ ആയി ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യം ഇല്ലാതായാൽ US മേൽക്കോയ്മയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ട്രംപ് അടക്കം ഭയക്കുന്നുണ്ട്. അതിനാൽ ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ഡോളറൈസേഷൻ പ്രോസസ്സിനെ തടുക്കാനുള്ള ശ്രമം തുടക്കത്തിലെ നടത്തുകയാണ് നിയുക്ത പ്രസിഡന്റ്. ഡോളറൈസേഷൻ ലോക പോലീസായി നടിക്കുന്ന അമേരിക്കയ്ക്ക് താങ്ങാനാവുന്ന ഒന്നല്ല. ഡോളറിന് പകരം മറ്റു കറൻസികൾ വിനിമയ മാർഗമാകുന്ന അവസ്ഥ നിലവിൽ ലോകത്ത് US സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പല കാര്യങ്ങളിലും തിരിച്ചടിയാവും. ഡോളറൈസേഷൻ എന്നാൽ ലോക വ്യാപാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ഡോളറിന്റെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാവുക എന്നതാണ്. ഗ്രീൻ ബാക്കിന്, അതായത് ഡോളർ ബില്ലിന് ദേശീയ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, കോർപ്പറേറ്റ് ഡിമാൻഡ് കുറയുന്നുവെന്നതാണ് ചുരുക്കം. ഈ സാഹചര്യം പേടിച്ചാണ് ട്രംപിന്റെ ഭീഷണി. ബ്രിക്സ് രാജ്യങ്ങളോടുള്ള വെല്ലുവിളി അപക്കുമെന്ന പൊതുവെ സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും വിലയിരുത്തുന്നു. ഇറക്കുമതിയിൽ വില വർദ്ധിപ്പിച്ചാൽ US ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഒപ്പം ട്രംപിന്റെ കടുത്ത നടപടി വൈകാരിക തലത്തിലടക്കം ഡോളറൈസേഷൻ പ്രക്രിയയെ ത്വരിതപ്പെടുത്തും. അല്ലാതെ സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ ഡോളറൈസേഷൻ അപ്രായോഗികമാണെന്നും അത് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർക്കെല്ലാം അറിയാം. കാരണം അമേരിക്കൻ ഡോളറാണ് ഇപ്പോഴും ആഗോള വ്യാപാരത്തിൽ കിങ് മേക്കർ. 90% വ്യാപാരവും എല്ലാ എണ്ണ ഇടപാടുകളും ഡോളറിലാണ് നടക്കുന്നത്. ലോകത്തിലെ സെൻട്രൽ ബാങ്ക് കരുതൽ ശേഖരത്തിന്റെ 59% ഇപ്പോഴും ഡോളറിലാണ്. അതിനാൽ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വർഷങ്ങളുടെ പരിശ്രമം വേണ്ടിവരുമെന്നാണ് സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്. എന്നിരുന്നാലും അത്തരത്തിൽ കാലതാമസം എടുത്ത് മാറ്റമുണ്ടായാലും അത് ഭാഗികമായ ഒരു മാറ്റം മാത്രമായിരിക്കുമെന്നും നിരീക്ഷണങ്ങളുണ്ട്. പല ബ്രിക്സ് രാജ്യങ്ങളും ഇതിനകം തന്നെ വൻതോതിൽ സ്വർണം വാങ്ങി തങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ നീക്കം പ്രതികൂലവും അപ്രായോഗികവുമാണെന്ന് വിദഗ്ധർ പറയുന്നു. അതായത് ലോകത്ത് ഡോളറിന്റെ പിടി അത്ര പെട്ടെന്ന് അയയില്ല. പക്ഷേ US ഡോളറിൽ നിന്നുള്ള ആഗോള മാറ്റം സാമ്പത്തിക വൈവിധ്യവൽക്കരണവും ഭൗമരാഷ്ട്രീയ ഘടകങ്ങളും വഴി നയിക്കപ്പെടുന്ന സങ്കീർണമായ പ്രക്രിയയാണ്. അത് ട്രംപിന്റെ താരിഫ് ഭീഷണികളാൽ എളുപ്പത്തിൽ തടയാൻ കഴിയുന്ന ഒന്നല്ല. കാലതാമസം എടുത്താലും ആ സാധ്യത തുറന്നു തന്നെ കിടക്കും. ആഗോള സമ്പദ് വ്യവസ്ഥകളുടെ പരസ്പരാശ്രിതത്വം മൂലം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും കാര്യമായ പ്രത്യാഘാതങ്ങളില്ലാതെ അത്തരം കടുത്ത നടപടികൾ നടപ്പിലാക്കുന്നത് ഇരുഭാഗത്തും വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല.